ഹരേ കൃഷ്ണ. സുന്ദരകാണ്ഡത്തിലെ മാർഗവിഘ്നം ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് ഛായാഗ്രഹിണി എന്ന് പറയുന്ന രാക്ഷസി ഹനുമാനെ പിടിച്ചു നിർത്തി. ഈ ഭാഗമാണ് പാരായണം ചെയ്ത് നിർത്തിയത്. ഇനി ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നതന്തരാ പാർത്ത് കീഴ്പോട്ട് നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടളവങ്ക്രിപാതേന കൊന്നിടിനാൻ തക്ഷണേ. നിഴലത് പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീച്ചയാം സിംഹിയെ കൊന്നനന്തരം തൻ്റെ മാർഗത്തിന് തടസ്സം വരുത്തിയത് ആരെന്നറിയുവാൻ വേണ്ടി ഹനുമാൻ താഴോട്ട് നോക്കി. അവിടെ തൻ്റെ നിഴൽ പിടിച്ചുകൊണ്ടു നിൽക്കുന്ന സിംഹിയെ ഹനുമാൻ കണ്ടു. അതിഭയങ്കര രൂപിയായ രാക്ഷസിയെ കണ്ട മാരുതപുത്രൻ കോപത്തോട് കാൽ കൊണ്ടൊന്ന് തൊഴിച്ചു. അങ്ങനെ സിംഹിക എന്ന നീചരാക്ഷസിയെ ഹനുമാൻ കൊന്നു. ദശവദനപുരിയിൽ വിരവോട് പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു. ചാരുലങ്കാ ഗോപുരാഗ്രേ കബീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുല സ്ഥലം ദക്ഷിണമാരുതി മധ്യേ മനോഹരം ബഹുല പല കുസുമതല യുധ വിടഭിസങ്കുലം വല്ലീകുലാമൃതം പക്ഷിമൃഗാനുതം മണികനകമയം അമരപുര സദൃശം അംബുതി മധ്യേ ത്രികുടാചലോപരി. സിംഹികയുടെ വധത്തിന് ശേഷം എത്രയും പെട്ടെന്ന് രാവണപുരിയിലെത്താൻ ദക്ഷിണ ദിക്കിലേക്ക് ഹനുമാൻ വീണ്ടും കുതിച്ചു. അസ്തമയ പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യൻ പ്രവേശിച്ച സമയം തന്നെ ഹനുമാനും ലങ്കാനഗരത്തിൻ്റെ ഗോപുരാഗ്രത്തിൽ പ്രവേശിച്ചു. നാനാതരത്തിലെ പൂക്കളും ഫലങ്ങളും പക്ഷിമൃഗാദികളും കൊണ്ട് നിറഞ്ഞ മനോഹരമായ ലങ്കാനഗരം സ്വർണമയമായ ഇന്ദ്രപുരിക്ക് സമാനമായി ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് വിളങ്ങുന്നത് വായുപുത്രൻ കണ്ടു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്.